നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവവിശ്വാസമുള്ള എല്ലാവരും പോകുന്നത് അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ ആയിരിക്കും. അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സുഖമാണ്. അവിടെ ചെല്ലുമ്പോൾ അന്തരീക്ഷം മൊത്തം ഒരു മാറ്റമാണ്, എന്തോ ഒരു പ്രത്യേകതയാണ്. അത് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പ്രവേശിക്കുന്നവർക്ക് മിക്കവാറും ഒക്കെ അനുഭവിക്കുന്ന ഒരു ഫീലാണ്, അതായത് ഒരു ഫീലിങ്സ്, അതിൻ്റെ ഭാഗമാണ്. ഒരു സുഖം മനസ്സിന്. പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. അത് ഏത് മതത്തിലായിരുന്നാലും ഓക്കെ. പക്ഷേ എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. വളരെ 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 മനസ്സിനൊരു വിഷമം തോന്നിയ ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അത് കണ്ടതിന് ശേഷം ഇത് മൂവാറ്റുപുഴ ഭാഗത്ത് ഒരു പള്ളിയിൽ നടന്ന സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നേരത്തെയും പള്ളിക്കകത്ത് സംഘർഷങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സംഭവം നടന്നിരിക്കുകയാണ്. നല്ല സംഘടനം, വല്ല സിനിമയുടെ സംഘടനമൊക്കെ സംവിധാനം ചെയ്യുന്ന ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വൈദികന്മാർ തമ്മിലാണ് ഈ സംഘർഷം നടന്നിരിക്കുന്നത്. പക്ഷേ ഇത് പുറത്തു വെച്ച് നടന്ന ഒരു സംഘടനമല്ല. ഇത് ആ പള്ളിയുടെ അൾത്താരയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, അതിൻ്റെ പുറകിൽ യേശുവിൻ്റെ ആ ഒരു രൂപം നമ്മൾ കാണുന്നുണ്ട്. വൈദികന്മാർ നല്ല ഭംഗിയായിട്ട് നിന്ന് അടികൂടുകയാണ്. ഇവരെന്ത് മെസ്സേജാണ് വിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ബലമായ സംശയം. അതായത് വിശ്വാസികൾക്ക് ഉപദേശം കൊടുക്കുന്ന, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അൾത്താരയിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ ആ കുരിശിൽ കിടക്കുന്ന യേശുവിന് ജീവൻ വെച്ചിരുന്നുവെങ്കിൽ ഈ വിവരമില്ലാത്തവന്മാരെ ആ കുരിശെടുത്ത് തലയിൽ അടിക്കുമായിരുന്നു. അത്ര വിവരം കെട്ട പ്രവൃത്തിയാണ് അവന്മാർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ വലിയൊരു വിഷമം തോന്നി. ഇപ്പം അമ്പലത്തിൻ്റെ അകത്തെ ആ ശ്രീകോവിലിനകത്ത് വെച്ച് അടി നടക്കുന്നതിന് തുല്യമാണിത്. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലായിരുന്നാലും ആ പള്ളിക്കകത്ത് വെച്ച് ആ പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത് ഒരു അടി നടന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുമോ, അല്ലെങ്കിൽ എന്ത് വിഷമം നമുക്കുണ്ടാകുമോ, അതേ വിഷമം തോന്നിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വൈദികന്മാർ ഇത്രയും വിവരമില്ലാത്തവരാണോ? ഇതിനകത്ത് ആ പള്ളിയെ സംബന്ധിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാ അധികൃതരും പ്രത്യേകം ശ്രദ്ധിക്കുക. യുവമാരെ കൃത്യമായി നിലയ്ക്ക് നിർത്തണം. കാരണം ഇതൊരു സമൂഹത്തിന് പോലും മോശമാണ്. പിന്നെ നമ്മുടെ സുരാജ് സിനിമയിൽ പറയുന്ന കണക്ക് പങ്കം തന്നെ പങ്കം എന്ന് പറഞ്ഞാൽ നാണം കെട്ട ഒരു പരിപാടിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വിശ്വാസികൾക്കെല്ലാം തന്നെ, വൈദികന്മാർക്കെല്ലാം തന്നെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.